നാട്ടും പുറത്തൊരു വർത്തമാനമുണ്ട്, അവന് ഇന്നാരുടെ പ്രേതം കയറിയിരിക്കുകയാണ് എന്നൊക്കെ പറച്ചിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് ശശി തരൂരിലും ആരോ കയറി പ്രവർത്തിക്കുന്നുണ്ട്. ആരായിരിക്കും അത്? ശശി തരൂരിനെ കുറേ നാളായിട്ട് സംരക്ഷിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ചും BJP-യെക്കുറിച്ചും അത്തരത്തിൽ ഒരു പേര് നിലനിൽപ്പുണ്ട്. അതിൽ കുറച്ച് വാസ്തവമുണ്ട്. ശശി തരൂർ 4ാം തവണയും തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് MP ആയി വന്നിട്ടും അദ്ദേഹത്തിന് ആവശ്യമായ പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 3ാം തവണ അദ്ദേഹം MP ആയപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അവിടെ രാഹുൽ ഗാന്ധി ജയിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ പ്രതിപക്ഷ നേതാവാക്കും എന്നുള്ളതാണ് 2019. അപ്പോൾ കാരണം സീനിയറാണ് അദ്ദേഹം, നല്ല ഭാഷാ പാണ്ഡിത്യം, ആശയങ്ങൾ വ്യക്തത, പറയുന്ന കാര്യങ്ങൾ കുറിക്കുകൊള്ളുന്നു, പലപ്പോഴും സർക്കാരിനെ വെട്ടിലാക്കാൻ വിധത്തിലുള്ള പല മർമ്മപ്രധാനമായ ഡയലോഗ് അടിക്കാൻ കഴിവുള്ളയാളാണ്. അങ്ങനെ പാർട്ടി ഉപയോഗിച്ച സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം അത് തൻ്റെ കഴിവ് പുറത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ബാക്ക് ബെഞ്ചിൽ ഇരുത്തിയിട്ട് അധിരഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞ ഒരു വിടുവായനെയാണ് അവർ പ്രതിപക്ഷ നേതാവായിട്ട് എടുത്തത്. അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ സ്ഥാനം കിട്ടിയില്ല, കാരണം ഒരു അലങ്കാര പദവി മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. അതെങ്കിലും അദ്ദേഹത്തിന് കൊടുത്താൽ മതിയായിരുന്നു. കാരണം അന്ന് 54 പേരുണ്ടെങ്കിലേ നമുക്ക് പ്രതിപക്ഷ സ്ഥാനം കിട്ടുള്ളൂ. അപ്പം അന്ന് 45 മറ്റു സീറ്റേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സ്ഥാനം കിട്ടിയില്ല. എന്നാലും ആ പദവി വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് അധിരഞ്ജന് പകരം. പക്ഷെ അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ പലപ്പോഴും തഴയുകയും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം പോലും പലപ്പോഴും കൊടുക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. കൊടുത്താൽ മറ്റ് സാധാ മെമ്പേഴ്സിന് കിട്ടുന്ന പോലെ 2-3 മിനിറ്റ് കൊടുത്ത് ഒഴുപ്പി വിടുന്ന പരിപാടിയാണ് നടന്നിരുന്നത്. ഇത് അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചു, ചൊടിപ്പിച്ചു. അങ്ങനെയാണ് G23 സംഘത്തിലേക്ക് അദ്ദേഹം ചെന്ന് ചാടിയത്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് ദേശീയ നേതൃത്വം വളരെ ഡെമോക്രാറ്റിക് ആവണം, മാറണം, കഴിവുള്ളവരെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആശയങ്ങളുമായിട്ട് അദ്ദേഹവും മുന്നോട്ട് പോയത് അങ്ങനെയാണ്. എന്നാൽ അതൊന്നും ആ പാർട്ടിയിൽ ഏശിയില്ല എന്ന് കണ്ടപ്പോഴാണ് തക്കത്തിന് ഒരു സന്ദർഭത്തിൽ AICC പ്രസിഡൻ്റാകാൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് കാർപ്പറ്റ് വിരിക്കുന്നു. ആ സമയത്താണ് ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വന്നിരുന്നതിലും അതെ. അപ്പോഴാണ് ശശി തരൂർ പറഞ്ഞത് അത് അങ്ങനെ പറ്റില്ല, പാർട്ടിയിൽ ഡെമോക്രസി വേണം, ഇന്നർ പാർട്ടി ഡെമോക്രസി വേണം, അതുകൊണ്ട് ഇലക്ഷൻ വയ്ക്കണം. ഇലക്ഷൻ വെച്ചാൽ ഇവിടെ ആര് മത്സരിക്കാൻ? ഞാനുണ്ട്, ഞാൻ മത്സരിക്കും എന്നായി. എന്നാലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാണ് മല്ലികാർജ്ജുന ഖാർഗെ ഒഫീഷ്യൽ കാൻഡിഡേറ്റും ഇദ്ദേഹം അൺഒഫീഷ്യൽ കാൻഡിഡേറ്റുമായിട്ട് രംഗപ്രവേശനം ചെയ്യുകയും ഇന്ത്യയിലെ എല്ലാ PCC ഓഫീസുകളും അദ്ദേഹം വരുമ്പം കൊട്ടിയടയ്ക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ പലരും കേരളത്തിൽ നിന്ന് ചോദിച്ചത് ഇദ്ദേഹത്തിൻ്റെ വോട്ട് തന്നെ കിട്ടുമോ, 4 വോട്ട് കിട്ടിയാൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം 10% വോട്ട് പിടിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. ഏത് PCC ഓഫീസിൻ്റെ അവിടെ ചെല്ലുമ്പോഴും വാതിൽ ടപ്പെന്നങ്ങ് അടയും. പിന്നെ വഴിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പത്രപ്രസ്താവന നടത്തിയിരുന്നത്. അവിടെ വഴിയിൽ അദ്ദേഹത്തിനെ കണ്ട് ഓടിക്കൂടുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കൂടെ നിർത്തിയാണ് അദ്ദേഹം അവിടെ തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് 10%-ലേറെ വോട്ട് കിട്ടി എന്നുള്ളത് പലരുടെയും കണ്ണ് തുറപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് വിചാരിച്ചത് ഇദ്ദേഹത്തിനെ അങ്ങനെ വെറുതെ അയച്ചു വിട്ടാൽ പറ്റില്ല, എന്നാൽ പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ സ്ഥാനം കൊടുത്തേക്കാം. അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി ഇരുത്തി. അവിടെ 100ഓളം പേരുണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ. അതിലൊരാളായിട്ട് പണ്ടാണെങ്കിൽ തറയിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പം സോണിയാഗാന്ധിക്ക് അങ്ങനെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാത്തിനും കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വട്ടത്തിൽ കസേരയിൽ ഇങ്ങനെ ഒരു കസേരയിൽ പോയി ഇരിക്കാം. അവിടെ എവിടെയുണ്ടോ കാര്യങ്ങൾ തീരുമാനിച്ച് വന്നിട്ട് ഇതാണ് തീരുമാനം എന്ന് പറയും, കൈയടിച്ച് പാസ്സാക്കും, പിന്നെ അമ്മയും മക്കളെയും തൊഴുക, തിരിച്ച് വീട്ടിൽ പോവുക. ഇതാണ് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രധാന ജോലി. അപ്പോൾ അതിന് എന്നെ കിട്ടില്ല എന്നുള്ളൊരു നയം തരൂർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഏതെങ്കിലും കമ്മിറ്റിയിൽ എന്നെ ഇരുത്തുന്നെങ്കിൽ ആ കമ്മിറ്റിയിൽ എനിക്ക് പറയാനുള്ളത് പറയാൻ അവസരം തരണം, ഞാൻ പറയുന്ന ആശയങ്ങൾ നടപ്പിലാക്കാൻ എനിക്ക് അവസരം തരണം, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ഇവിടുത്തെ യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ്റെയും ബുദ്ധിജീവിയുടെയും ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചതാണ്, അത് നടപ്പിലാക്കാൻ എനിക്ക് അവസരം കിട്ടണമെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നുള്ള നീക്കം. അങ്ങനെ ഇരുന്നപ്പോഴാണ് പഹൽഗാം വന്ന് ചാടിയത്. അപ്പോഴദ്ദേഹത്തിന് ദേശീയത പറയാനൊരു അവസരം കിട്ടി.
അങ്ങനെ ദേശീയത പറഞ്ഞ് അദ്ദേഹം നരേന്ദ്രമോദിക്കൊപ്പം കൂടി ഇന്ത്യയുടെ ഒരു അൺഒഫീഷ്യൽ അംബാസഡറായിട്ട് ആദ്യം വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക അടക്കമുള്ള സുപ്രധാന രാജ്യങ്ങളുടെ ഡെലിഗേഷനെ നയിക്കാൻ അദ്ദേഹം പോയി. അതിലദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞ അർത്ഥസത്യങ്ങളും നുണകളും ദേശവിരുദ്ധമായ കാര്യങ്ങളുമെല്ലാം നിഷേധിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല, അതൊന്നും ശരിയല്ല എന്ന് പറയുകയുണ്ടായതോടെ കണ്ണിലെ കരടായി എന്ന് മാത്രമല്ല, എങ്ങനെ ഈ കരടെടുത്ത് വെളിയിൽ കളയാമെന്ന് ആലോചിച്ചു തുടങ്ങി. അപ്പോൾ എന്നാൽ കളഞ്ഞോ എന്നുള്ള മട്ടിലാണ് അദ്ദേഹവും നിന്നിരുന്നത്. പക്ഷേ പിന്നെയും തീരുമാനിച്ചു കളയണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇന്ന് അനിൽ ബോസിൻ്റെ ഒരു KPCC വക്താവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അങ്ങനെ എടുത്ത് കളയാൻ ഉദ്ദേശമില്ല. അപ്പോൾ അദ്ദേഹം ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോന്ന് തട്ടിവിടാൻ തുടങ്ങി. നിലമ്പൂർ ഇലക്ഷന് മുമ്പ് അതിനെ നിഷേധിച്ചുകൊണ്ട് പറയും, ബീഹാർ ഇലക്ഷന് മുമ്പ് അതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ പറയും. ഇതെല്ലാം പറയുന്ന സത്യങ്ങൾ തന്നെയാണ്. ആ സത്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അത് കൃത്യമായ സമയം തിരഞ്ഞെടുക്കുന്നു. കൃത്യമായ സമയം തിരഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് പറയും. ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഇല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് കുടുംബവാഴ്ചയാണ് നിൽക്കുന്നത്. നെഹ്റു മുതൽ ഇന്ന് വന്നിരിക്കുന്ന രാഹുൽ വരെയുള്ളവരുടെ കുടുംബവാഴ്ചയെക്കുറിച്ച് വിവരിക്കും. ഇൻറ്റേർണൽ ഡെമോക്രസി ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യം പറയും. ഇൻറ്റേർണൽ ഡെമോക്രസി ഉണ്ടാകുകയും മിടുക്കുള്ളവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പാർട്ടി വളരുകയുള്ളെന്നും അല്ലെങ്കിൽ എല്ലാം തളർന്നു പോകുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ, സത്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുമ്പോൾ പലർക്കും പിടിക്കുന്നില്ല. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവസാനം വന്നിരിക്കുന്നത് BJPയുടെ മുൻ അധ്യക്ഷനായിരുന്ന ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിരുന്ന LK അദ്വാനി രഥയാത്ര നടത്തിയതിനെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞു, അതൊന്നും ഒരു തെറ്റല്ല. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ ചൈനീസ് ബ്ലണ്ടറും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒരു കുഴപ്പമേ ആയിട്ട് പറയാൻ കിട്ടില്ല. അദ്ദേഹം ഒരു മഹാനാണ്. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിട്ട് അദ്ദേഹത്തിനെ കാണാനൊക്കെ ഉള്ളൂ എന്നും കൂടെ പറഞ്ഞപ്പം കോൺഗ്രസ്സിൽ ഒരുപാട് പേർക്ക് ഹാലിളകിയെങ്കിലും വീണ്ടും ആ ഹാല് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്ന ഇതിലേക്ക് പോകുന്നില്ല. അങ്ങനെ പുറത്താക്കില്ല എന്ന്. പക്ഷെ പുറത്താക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വിന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നിരന്തരം. ഇനിയിപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു പ്ലാൻ ചെയ്യുന്നത് പാർലമെൻറ്റിൽ പോവുക, രാഹുൽ ഗാന്ധിയെ അപ്പുറത്തും പ്രിയങ്ക ഗാന്ധിയെ ഇപ്പുറത്തും ഇരുത്തിക്കൊണ്ട് അവിടെ ചെന്ന് ഗണഗീതം പാടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ പുറത്താക്കുമെന്നൊരു നോട്ടമായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതിനും കൂടെ ഉള്ള വഴി വന്നാലും പുറത്താക്കില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ ഒരു പക്ഷേ ഇവിടെ ഒരു തരൂർ കോൺഗ്രസ് ഉണ്ടായാൽ അത് ഈ ഇലക്ഷനെ ബാധിക്കും എന്നൊത്തിരി പേര് ഭയക്കുന്നുണ്ട്. ഒരു തരൂർ ഫ്രാക്ഷൻ, ഇപ്പോൾ തരൂർ നേരെ BJPയിലേക്ക് അങ്ങ് പോകുമെന്ന് തോന്നുന്നില്ല. തരൂർ പുറത്തായാൽ തരൂർ ചെയ്യാൻ പോകുന്നത് തരൂരിൻ്റെ വകയായിട്ടൊരു കോൺഗ്രസ് ഉണ്ടാകും. ആ കോൺഗ്രസ്സിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അതിനകത്ത് കൂടാം, കേരളത്തിൽ നിന്നുള്ളവരും കൂടാം. കേരളത്തിൽ 250ഓളം ഔദ്യോഗിക ഭാരവാഹികളുണ്ട്. മാക്സിമം 80 അല്ലെങ്കിൽ തരൂരിന് അത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാവുക. അപ്പോൾ മാക്സിമം 80 സീറ്റ് വരെ ഇവിടെ 140 കോൺഗ്രസ്സിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 90 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. 250 പേര് ഭാരവാഹി തന്നെയുണ്ട്. ഇനി ഭാരവാഹി ആകാൻ അതിനേക്കാൾ കഴിവുള്ളവർ പുറത്ത് നിൽക്കുകയാണ്. അവരെ ഭാരവാഹി ആക്കാത്തത് നിങ്ങൾക്ക് അസംബ്ലി ഇലക്ഷനിൽ ഒക്കെ മത്സരിക്കാനുള്ള അവസരമുണ്ട്, അതിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരും ഇപ്പം ഭാരവാഹി ഇരിക്കുന്നവരും കൂടെ ചേർത്താൽ ഏകദേശം 500ഓളം പേര് വരും, നേതാക്കൾ തന്നെ. ഈ 500ൽ 90 പേർക്ക് സീറ്റ് കൊടുക്കാൻ ഏറിയാൽ കഴിയുള്ളൂ. 80 കഴിവുള്ള നയിക്കുന്ന, അല്ലെങ്കിൽ മാക്സിമം 90. അപ്പോൾ ബാക്കിയുള്ളവരെവിടെ പോകും? ബാക്കി 400 പേര് എവിടെ പോകും? ശശി തരൂർ ഒരു തരൂർ കോൺഗ്രസ് ഉണ്ടായാൽ കുറേ പേർക്കെങ്കിലും അതുവഴി മുന്നോട്ട് പോയാൽ ചില സ്ഥലങ്ങളിൽ BJP തരൂർ കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു നല്ല ഫൈറ്റ് നടത്താനുള്ള അവസരം കിട്ടും. NDAയുടെ ഘടകകക്ഷിയാക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ തൊട്ടില്ല എന്നുള്ള പിന്തുണ രീതിയിലോ, അല്ലെങ്കിൽ അടവ് നയത്തിൻ്റെ ഭാഗമായോ ശശി തരൂർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് BJP വോട്ട് കൊടുക്കും. അവർക്ക് ആവശ്യമില്ലാത്ത സീറ്റുകളിൽ, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു പിന്തുണ കൊടുക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരുപാട് കോൺഗ്രസ്സുകാരിൽ പ്രതീക്ഷ അറ്റവർ, അവിടെ സ്ഥാനം കിട്ടില്ല എന്ന് പ്രതീക്ഷ അറ്റവരൊക്കെ ഇപ്പുറത്തോട്ട് ചാടാം. തരൂർ കോൺഗ്രസ്സിലേക്ക് നിന്ന് ഇലക്ഷനിൽ നിന്നിരിക്കാം. അത് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വലിയ വെല്ലുവിളിയാവും. അതുകൊണ്ടാണ് ശശി തരൂർ ഗണഗീതം പാടുകയല്ല, ഇനി ഗണവേഷത്തിൽ വന്ന് പാർലമെൻറ്റിൽ കയറിയാലും ആരും അദ്ദേഹത്തിനെ പുറത്താക്കാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.